സ്വാഗതം. എല്ലാവർക്കും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. ഈ വർഷത്തെ ഫസ്റ്റ് റെസിപ്പി നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. പനീർ പെപ്പർ മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അതിന് വേണ്ടിയിട്ട് 25 കാഷ്നട്ട്സ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് സ്ലൈസ് ആക്കിയതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന 2 മീഡിയം സൈസ് സവാള ചെറുതാക്കി ചോപ്പ് ചെയ്താണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടൊമാറ്റോ ആണ്. അത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ച് ടൊമാറ്റോ പ്യൂരിയായിട്ടാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് പനീർ ക്യൂബ്സ് ആണ്. 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 പാക്കറ്റ് 400 ഗ്രാംസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പനീർ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പനീരിൽ ഗ്രേവി അബ്സോർബ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. ഇനി ഒരു കടായിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂണ് ചെറിയ ജീരകമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. ഇനി അതോടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ ഒഴിക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. നമ്മൾ അരച്ച് വെച്ച പേസ്റ്റാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് എണ്ണ തെളിയുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ച പനീറാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പനീറൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ആ ഗ്രേവിയിൽ പനീറൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്യുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. ഡ്രൈ ഫോമിലാണെങ്കിൽ ഈ രീതിയിൽ തന്നെ ഇങ്ങനെ വേവിച്ച് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഗ്രേവി ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പനീർ ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് സോക്ക് ചെയ്ത് വെച്ച കാഷ്നട്ട്സ് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ പനീറൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കാഷ്നട്ട് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സിയുടെ ജാറൂടെ കഴുകി ആ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറവായിരുന്നു. ഇനി നമ്മൾ ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. ഇതാണ് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. ഇതും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കറിക്ക്. ഇനി ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പം ടേസ്റ്റി ആയിട്ടുള്ള പനീർ പെപ്പർ മസാല ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചപ്പാത്തി, അപ്പം, പൂരി, പൊറോട്ട, അതുപോലെ തന്നെ പുലാവ്, വെജിറ്റബിൾ റൈസ് എല്ലാത്തിനൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.